എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലെ വിജയികളെ നിശ്ചയിക്കുക സമുദായ വോട്ടുകളാകും. കരുത്തരെ പരീക്ഷിച്ചപ്പോൾ പോലും ഇടതുമുന്നണിക്കിവിടെ കാലിടറി. ചുരുക്കം തവണ മാത്രം ഇടതുമുന്നണി ജയിച്ച മണ്ഡലം. അപ്പോഴും താരമായത് സമുദായ വോട്ടുകൾ തന്നെ. MLA ആയിരുന്നപ്പോഴും MP ആയി തുടരുമ്പോഴുമുള്ള വികസന നേട്ടങ്ങൾ നിരത്തിയാണ് സിറ്റിംഗ് MP ആയ കോൺഗ്രസിന്റെ യുവമുഖം ഹൈബി ഈഡൻ കളം നിറയുന്നത്. ഇടതിന്റെ അപ്രത്യക്ഷ സ്ഥാനാർത്ഥി KJ ഷൈൻ സംസ്ഥാന സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ ഉയർത്തിയാണ് വോട്ട് തേടുന്നത്. മോദിയുടെ ഗ്യാരണ്ടി പറഞ്ഞാണ് NDA സ്ഥാനാർത്ഥി ഡോക്ടർ KS രാധാകൃഷ്ണന്റെ വരവ്. പോരാട്ടം കനക്കുമ്പോൾ സ്ഥാനാർത്ഥികൾ നിലപാട് വ്യക്തമാക്കുന്നുമുണ്ട്. സംസ്ഥാന മേഖലയിലും നാടിനെ പിന്നോട്ടടിച്ച ഭരണമാണ് കേരളത്തിലേതെന്ന് ഹൈബി ഈഡൻ MP. പൊതുസമൂഹം സർക്കാരിനെ വിലയിരുത്തും. സാധാരണക്കാരന്റെ സ്വൈരജീവിതത്തെ ഹനിച്ച സർക്കാരാണിത്. ക്ഷേമ പെൻഷൻ മുതൽ വന്യജീവി ആക്രമണവും കുടിവെള്ള ക്ഷാമവും വരെ ചർച്ചയാകും. മതനിരപേക്ഷതയെ തച്ചു തകർക്കുന്ന കേന്ദ്രഭരണവും വിലയിരുത്തും. മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായി വിജയം ഉറപ്പെന്നും കാലങ്ങളായി മുടങ്ങിക്കിടക്കുന്ന റെയിൽവേ സ്റ്റേഷനുകളുടെ വികസനം 670 കോടിയിലേറെ മുടങ്ങി യാഥാർത്ഥ്യമാകുന്നുവെന്നും തോപ്പുംപടി ഫിഷിംഗ് ഹാർബർ വികസനവും യാഥാർത്ഥ്യമാകും. സാധാരണക്കാരന് ആവശ്യമായ എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും MP എന്ന നിലയിൽ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നുവെന്നും അങ്കമാലി കുണ്ടന്നൂർ സമാന്തര ബൈപ്പാസും കൊച്ചി തേനി ബൈപ്പാസുമെല്ലാം യാഥാർത്ഥ്യത്തിലേക്കാണ്. യുവതികൾക്കായി നടത്തിയ കപ്പ് ഓഫ് ലൈഫ് പദ്ധതി ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടിയത് അഭിമാനമായിരുന്നു. മുന്നണികൾക്കും പാർട്ടിക്കും തല ഉയർത്തി അഭിമാനത്തോടെ തെരഞ്ഞെടുപ്പിനെ നേരിടാമെന്നും ഹൈബി ഈഡൻ MP പറഞ്ഞു. മതേതരത്വവും ജനാധിപത്യവും പരമാധികാരവും സംരക്ഷിക്കലാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി എന്ന നിലയിൽ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ആശയമെന്ന് KJ ഷൈൻ പറഞ്ഞു. നിർഭയമായി മനുഷ്യാവകാശങ്ങൾ സംരക്ഷിച്ച് ജനങ്ങൾക്ക് തുല്യതയോടെ ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം വേണമെങ്കിൽ മതേതര ചേരിക്ക് വോട്ട് ചെയ്യണമെന്നും ജയിച്ചാൽ ഫെഡറൽ സംസ്ഥാനത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തിന് കേന്ദ്രം അനുവദിക്കേണ്ട സാമ്പത്തികവും സാമൂഹികവുമായുള്ള അവകാശങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കും. LDFന്റെ 20 സീറ്റിൽ 3 സ്ത്രീകളെ പരിഗണിച്ചത് ആത്മാഭിമാനം നൽകുന്ന കാര്യമാണ്. സ്ത്രീ എന്ന നിലയിലും അമ്മ എന്ന നിലയിലും അതിൽ സന്തോഷവതിയാണെന്നും വ്യത്യസ്ത സാമ്പത്തിക സാമൂഹിക സാമുദായിക മാനങ്ങളുള്ള മണ്ഡലമാണ് എറണാകുളമെന്നും തീരദേശ തൊഴിൽ, പരമ്പരാഗത വ്യവസായ മേഖല, പുത്തൻ ഹൈടെക് സംരംഭങ്ങൾ, ടൂറിസം വികസനം എന്നിവ ചർച്ചയാകും. സംസ്ഥാന സർക്കാർ 7 വർഷത്തിലേറെയായി നടപ്പാക്കിയ വികസനവും ജനക്ഷേമ പ്രവർത്തനങ്ങളുടെയും വിലയിരുത്തലാകുമ്പോൾ എറണാകുളം ഇടത്തേക്ക് ചായുമെന്നും ഉറപ്പുണ്ടെന്ന് KJ ഷൈൻ പറയുകയുണ്ടായി. മോദിക്കൊപ്പം ജനം നിൽക്കുമെന്ന് ഡോക്ടർ KS രാധാകൃഷ്ണൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാജ്യത്ത് നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ അതിവേഗം വളരുന്ന കൊച്ചിയിലും എത്തിക്കേണ്ടതുണ്ട്. പ്രധാനമന്ത്രി കൊച്ചിയുടെ സമഗ്ര വികസനത്തിനായി 3000 കോടി രൂപയുടെ പദ്ധതികളാണ് പ്രഖ്യാപിച്ചത്. കൊച്ചി മെട്രോ, ഷിപ്പ്യാർഡ്, വ്യവസായശാലകൾ, റോഡുകൾ, ജലഗതാഗതം തുടങ്ങി കൊച്ചിയുടെ സമസ്ത മേഖലയിലും വികസനം എത്തിക്കുന്നതിന് കേന്ദ്ര പദ്ധതികളും ഫണ്ടും അനിവാര്യമാണ്. സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ അഴിമതിയും സ്വജനപക്ഷപാതവും കെടുകാര്യസ്ഥതയും അല്ലാതെ ഒന്നും നടന്നിട്ടില്ല. അതിന് ബാലറ്റിലൂടെ മറുപടി പറയാനുള്ള അവസരമാണ്. സംസ്ഥാനം നടപ്പാക്കിയെന്ന് പറയുന്ന പദ്ധതികളിലേറെയും കേന്ദ്രത്തിന്റെ സഹായത്തോടെയുള്ളതാണ്. ദേശീയ തലത്തിൽ ഇടതുപക്ഷ പാർട്ടികൾക്ക് പ്രസക്തിയില്ല. കോൺഗ്രസ് എല്ലാ തരത്തിലും ദുർബലമാണ്. ജനത്തിന് ധൈര്യമായി ആശ്രയിക്കാവുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമായി NDA മാറിയെന്നും ഈ പശ്ചാത്തലത്തിൽ എറണാകുളത്ത് വിജയിക്കുമെന്ന് ഉറപ്പുണ്ടെന്നും NDA സ്ഥാനാർത്ഥി ഡോക്ടർ KS രാധാകൃഷ്ണൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.